ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിനായി നൽകിയിരിക്കുന്നത്. അതിൻ്റെ 34-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യരോടും പുരുഷാരത്തോടുമായി ഇങ്ങനെ പറയുന്നു: ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. 50 നോമ്പിലെ ആദ്യ 40 ദിവസങ്ങൾ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായി താൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പ്രാർത്ഥിച്ച് ഉപവസിച്ചതിനെയും പിന്നീടുള്ള 10 ദിവസങ്ങൾ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് അവസാന നാളുകളിൽ താൻ അനുഭവിച്ച പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയുമാണ് സഭ ധ്യാനിക്കുന്നത്. കാൽവറിയോളം നീളുന്ന ഈ യാത്രയിൽ കുരിശ് ആദ്യമായി നമ്മുടെ ധ്യാനത്തിന് വിഷയീഭവിക്കുന്നത് പകുതി നോമ്പിലാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ്റെ വാക്കുകളിൽ, കുരിശിൽ മരിക്കുന്ന ക്രിസ്തുവിനോളം വലിയൊരു വചനപ്രസംഗകനും ലോകത്തിലുണ്ടായിട്ടില്ല. കുരിശോളം മികച്ച ഒരു പുൾപിറ്റും പണിയിക്കപ്പെട്ടിട്ടില്ല. കുരിശിലെ മൊഴികളെക്കാൾ മികച്ച ഒരു വചന ശുശ്രൂഷയും നടത്തപ്പെട്ടിട്ടില്ല. ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ 2 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, ഫൈൻഡ് യുവർ ഓൺ ക്രോസ്, മേക്ക് ഇറ്റ് യുവർ പുൾപിറ്റ്. അവനവൻ്റെ ക്രൂശ് കണ്ടെത്തുക, അതൊരു പ്രസംഗ പീഠമാക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം ശിഷ്യത്വവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പകരുന്നത്. ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഓൾവേസ് ക്രിസ്ത്യാനിറ്റി വിത്തൗട്ട് ക്രൈസ്റ്റ് എന്നാണ് വിഖ്യാത ദൈവശാസ്ത്രജ്ഞനായ ഡിട്രിച്ച് ബോൺഹോഫർ പറയുന്നത്. ശിഷ്യത്വം ക്രിസ്തുവിനെ അന്ധമായി അനുകരിക്കലല്ല, ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരലാണ്. യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് സ്വയം ത്യജിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങളിലെ കുരിശ് കണ്ടെത്തി അതുമായി അവനെ അനുഗമിക്കലാണ്. ക്രിസ്തുവിൻ്റെ അവസാന വചനപീഠമായിരുന്നു കുരിശ്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയ എല്ലാവരും സൗഖ്യപ്പെട്ടതുപോലെ ദൈവപുത്രൻ്റെ സ്ലീബായിലേക്ക് കണ്ണുകളെ ഉയർത്തുന്ന എല്ലാവരും അവരുടെ സർവ്വ നൊമ്പരങ്ങളിൽ നിന്നും സുഖപ്പെടുന്നു. തന്നെ കുരിശ് കണ്ടെത്തി വഹിക്കുന്നവൻ ആ കുരിശിനെ പ്രസംഗപീഠമാക്കുകയാണ്. പുരപ്പുറത്ത് കയറി നിന്നുള്ള അട്ടഹാസങ്ങളെക്കാൾ അർത്ഥവത്താണ് ആ സന്ദേശം. 2000 ആണ്ടിൽ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ ആരംഭിച്ച ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ഇന്ന് 80-ലധികം രാജ്യങ്ങളിൽ വളർന്നിരിക്കുന്നു. പുസ്തകത്താളുകളിൽ നിന്നും വായിച്ചറിഞ്ഞതിനേക്കാൾ ആഴത്തിൽ മനുഷ്യ ജീവിതത്തെ നേരിട്ട് കണ്ട് ജീവിതകഥ വായിച്ചെടുക്കുന്ന അനുഭവമാണത്. ഈ കാലഘട്ടം നമ്മയും വെല്ലുവിളിക്കുന്നത് ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നതാണ്. രണ്ടാമതായി, dare to leave behind what you want to live for. ഏതൊന്നിനെ ഏറ്റവും വിലമതിക്കുന്നുവോ അതിനെപ്പോലും വിട്ടുകളയാനുള്ള സന്നദ്ധതയാണ് ശിഷ്യത്വം. ആഗ്രഹങ്ങളെല്ലാം ആഗ്രഹങ്ങളല്ലാതെയാകുന്ന അനുഭവം, ആവശ്യങ്ങളെല്ലാം ആവശ്യങ്ങൾ അല്ലാതെയാകുന്ന മനോഭാവം, ലക്ഷ്യമെന്ന് നിരൂപിച്ചതൊക്കെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് കളയാനുള്ള സന്നദ്ധത, കണക്ക് കൂട്ടലുകളുടെ ഭാരങ്ങൾ ഇല്ലാതെ ജീവിക്കാനുള്ള മനസ്സൊരുക്കമാണ് ശിഷ്യത്വം. സുവിശേഷം നിമിത്തം ഒരുവൻ തൻ്റെ ജീവനെ കളയുമ്പോൾ അതിനെ രക്ഷിക്കുന്നു. ഈ നോമ്പിൻ്റെ നാളുകളിൽ പകുതി ദൂരം പിന്നിടുമ്പോൾ കുരിശിൻ്റെ വഴിയെ നമുക്ക് പിൻചെല്ലാം. കുരിശ് നമ്മുടെ പ്രസംഗമാകട്ടെ, നമ്മുടെ പ്രിയമായതെല്ലാം നമ്മുടെ നഷ്ടങ്ങളാകട്ടെ. ത്രിയേകതയും നമ്മുടെ ജീവിതങ്ങളെ എടുത്തുപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ സ്വയം വഹിക്കേണ്ടുന്ന കുരിശനുഭവത്തെ തിരിച്ചറിയുവാനും സ്വീകരിക്കാനും നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നഷ്ടങ്ങൾക്ക് മനസ്സ് പാകപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതം കൊണ്ട് നിന്നെ പ്രസംഗിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.